സവാദ് മസ്താനി ആ ഒരു കേസ് കുറച്ചു കാലം മുമ്പ് വളരെ വൈറലായിരുന്നു. ബസ്സിൽ കയറിയ സവാദ് മസ്താനിയുടെ അടുത്തുള്ള സീറ്റിലിരുന്ന് വെറുതെ അതെ 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 അതെ. അപ്പൊ ആ ഒരു ഇഷ്യൂ നിങ്ങൾ ആരും മറന്നു കാണില്ല. കുറെ പേരൊക്കെ മസ്താനി ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി പ്രൊഫൈലിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ആക്കിയല്ല, പിന്നെ ഇതൊന്ന് മാറ്റിയതാണ്. സംഗതി വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. അതുകൊണ്ട് ഇനി ആ വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കേരളത്തിൽ ഒരുപാട് ചർച്ചയായ ഒരു വിഷയമാണ്. അതെ, അതിനുശേഷം സവാദ് പുറത്തിറങ്ങിയപ്പോ മറ്റേ വട്ടിയൂർക്കാവ് അജിത്തണ്ണന് പടക്കം പൊട്ടിച്ചിട്ടൊക്കെയാ സ്വീകരിച്ചത്. അതെ, അപ്പൊ സവാദ് എന്താണെങ്കിലും സവാദിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ സവാദിന്റെ ഒരു വേർഷൻ, ഓക്കെ, അത് സവാദിന് പറയാതിരിക്കാനൊന്നും പറ്റും. പക്ഷെ അവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഇഷ്യൂല് സവാദ് ജാമ്യത്തിലാണ്, ബെയിലിലാണ് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് എന്റെ ഒരു അറിവ്. ഇപ്പൊ ബെയിലിൽ ഇറങ്ങിയ സവാദിന് അതിന്റേതായുള്ള റെസ്ട്രിക്ഷൻസ് കാണും. ബെയിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടേ കോടതിയിൽ നിന്ന് ബെയിൽ കൊടുക്കും. അപ്പൊ അങ്ങനെ ഇറങ്ങിയ സവാദ് ഇറങ്ങിയതിന് ശേഷം കേസ് കൊടുത്ത ആ ഒരു വ്യക്തിക്കെതിരെ എന്തിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നോക്കാം, നമുക്ക് വീഡിയോ കാണാം. സവാദ് എന്താ പറയുന്നത് നോട്ടെ. ഫസ്റ്റ് സവാദിന്റെ ഒരു വേർഷൻ നമ്മൾ അറിയണല്ലോ, സവാദ് എന്താ പറയണെന്നുള്ളത്. ഹായ്, ഞാൻ സവാദ്. എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹായ്, ഞാൻ സീക്രട്ട് ഏജന്റ്. ഇത് സ്നേഹ, ഇത് ജിത്തു ഭായ്. മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സവാദുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇൻസിഡന്റ് ഞങ്ങൾ കണ്ടു. അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സവാദ് സംസാരിക്കുന്ന കാര്യങ്ങൾ സവാദ് അട്ടത്ത് ക്യാമറ വെച്ച് എന്താ മുഖത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് ഫുള്ള് ലുക്കിലല്ല വന്നിരിക്കുന്നത്. അത് പറയരുത് സ്നേഹ, അവരാക്കാനെ ചെയ്യാം. ആ സ്നേഹ ഞാൻ പറയുന്നത് യോജിക്കുന്നില്ല. സവാദ് സീരിയസ് ആയിട്ട് ഇപ്പൊ അണക്ക് മേക്കപ്പ് ഇടാന്നുണ്ടെങ്കിൽ സംഭവത്തിന് ശേഷം സാധാരണ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ മോശമാണ്. അതൊരിക്കലും സ്നേഹ അങ്ങനെയുള്ള ഒരാൾ വന്നിരുന്നിട്ട് സവാദ് ഇങ്ങനെ, ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. സവാദിന്റെ വേർഷൻ പറയാൻ വരുന്നു, അത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അല്ലാതെ വരുമ്പോഴത്തേക്ക് സവാദിന്റെ നെഞ്ഞത്ത് ചാടി കയറുന്നത് സ്ത്രീ ആയതുകൊണ്ട് അല്ല, അത് മോശമാണ്. ഇത് ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞത്, സീരിയസ് ആയിട്ട് പറഞ്ഞു. സ്നേഹ ആ പരിപാടി കുറച്ച് ദിവസമായി കാണിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല, അത് മോശം. സവാദിന് വേണ്ടി മറ്റേ അണ്ണനും കൂടെ ഉത്തരവാദിച്ചില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഓൻ വന്നിട്ട് ഡെസ്പായിട്ട് ഒരാള് ഡെസ്പായിരുന്നോടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാൾ അങ്ങനെ ആയി എന്ന് പറഞ്ഞ അയാളെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് പലരും മെസ്സേജ് അയച്ചു, പലരും കമന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അത് തികച്ചും കളവാണ് എന്നുള്ള കൃത്യമായ പ്രൂഫ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല, അതുപോലെ തന്നെ അതേ സെയിം പിക്ചർ തന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. അതായത് അവർ മുമ്പും ചിരിയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ചിരിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതൊന്നും എനിക്കറിയാവുന്നവരല്ല മെസ്സേജ് അയച്ചാൽ അവരറിയാവുന്നവരാണ്. അതുപോലെ അവരുടെ സീക്രട്ട് കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ചിലരോടൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് ഞാനതിന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അയച്ചു തരേണ്ട. അത് അവരുടെ ലൈഫും നമ്മൾ അതിലേക്ക് കയറി കളിക്കുന്നില്ല. ഇതിലൊരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ഈ സീക്രട്ട് എന്നുള്ള പേര് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സീക്രട്ട് എന്നുള്ള ടേം വരുമ്പോഴത്തേക്കും, അത് ഞാനല്ല. മസ്താനിയുടെ ലൈഫിലെ സീക്രട്ട് കാര്യം എന്നാ പറഞ്ഞ, അല്ലാതെ മസ്താനിയുടെ ലൈഫിലെ സീക്രട്ട് ഏജന്റ് എന്നല്ല പറയും. ഇന്നലെ രണ്ടാളുടെ എനിക്ക് മെസ്സേജ്, ഒരു പ്രൊഫൈലാ. സീക്രട്ട് എന്നുള്ള വാക്ക് കേട്ടപ്പോഴത്തേക്കും താനല്ലേടോ മസ്താനിയുടെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണോ എന്തോന്നു സീക്രട്ട് കേൾക്കുമ്പോ അവൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സീക്രട്ട് ഏജന്റ് അല്ലല്ലോ പറഞ്ഞേ, മസ്താനിയുടെ ലൈഫിലെ സീക്രട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം ഇപ്പൊ ഞങ്ങളുടെ സീക്രട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി കമ്മിങ് ടു ദ പോയിന്റ്. അതായത് സവാദ് ഈ പറഞ്ഞ കാര്യത്തിനോട് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. അതായത് സവാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പലരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്നെതിരെ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് എന്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷെ അത് എന്റെ പേഴ്സണൽ ലൈഫും ആ അയച്ചു കൊടുത്ത വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനും കൂടി ബാധിക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. അത് ചിലപ്പോൾ വേറൊരാളുടെ അടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നില്ല. ആ കാര്യത്തിലും സവാദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോൾ ഇതിലൊരു ത്രെട്ടനിങ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അതായത് നിന്റെ പല സാധനം കയ്യിലുണ്ട്, അതെ ചെയ്യാതിരിക്കുക. അതെ അതെ, അതെനിക്ക് തോന്നി. അത് എസ്പെഷ്യലി ബെയിലിൽ നിൽക്കുന്ന സവാദ് ഒരിക്കലും അതെ, അതായത് ഇരയായ വ്യക്തിക്കെതിരെ എന്റെ കയ്യിൽ കുറച്ച് സീക്രട്സ് ഉണ്ട്, അത് പലരും അയച്ചു തന്നിട്ടുണ്ട്, അത് നീ മനസ്സിലാക്കിക്കോ എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരം ഇറങ്ങുമ്പോ സമയത്ത് പറഞ്ഞ നിബന്ധനകളിൽ ആദ്യം ഉണ്ടാവും. അതെ, ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം കാണും. അപ്പൊ അത് സവാദിന് എന്താണെങ്കിലും ബെയില് എനിക്ക് ഒന്ന് ക്യാൻസൽ ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവർ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി. പക്ഷെ ഒരു തരത്തിലും നടക്കാതായപ്പോഴാണ് നമ്മുടെ ഹിന്ദി ഫിലിമിലുള്ള ഇതേ സംഭവം, എനിക്ക് നടന്ന അതേ സംഭവം ഒരു ഹിന്ദി ഫിലിമിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇവർ കണ്ടു. പക്ഷേ ഇവർ കരുതിയത് വേറെ ആരും ഇതൊന്നും കാണില്ല എന്നാണ്. പക്ഷെ അത് സെയിം എന്നിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പലരും അതും ഇപ്പോൾ അതും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതും പലരും പോസിറ്റീവ്സായിട്ട് കണ്ടിട്ടുണ്ട്. കുറെ പേര് എനിക്കും ആ ഒരു സാധനം ഇട്ടിട്ട് ടാഗ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഷോർട്ട് മൂവി എന്തോ ഹിന്ദിയിലുള്ള, അതിനകത്ത് ഇതേപോലെ ബസ്സിനകത്ത് നിന്ന് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ട് ഒരു ലേഡി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, പിന്നെ അത് ആ ലേഡി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ഒരു സാധനമാണ് ആ ഒരു ഷോർട്ട് മൂവി എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് മസ്താനി ഈ ഒരു കളി കളിച്ചു എന്നാണ് ആര് പറഞ്ഞത്? സവാദ് പറയുന്നത്. അല്ല, അത് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കുള്ളൊരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാദ് ഇപ്പൊ ഇങ്ങനെ ഒരു പണിക്കാണല്ലോ അകത്ത് പോയത്. അപ്പൊ സവാദ് ആ പണിയെടുക്കാൻ കാരണം വേറെ വല്ല വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ അല്ലേ? പല വീഡിയോസും അതെ, പല വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണോ സവാദ്? അല്ലെ, സവാദിനെതിരെ അതാണല്ലോ കേസ്. അപ്പൊ സവാദിനെതിരെ അങ്ങനെ ഒരു കേസ് വരുമ്പോ സവാദ് അതുപോലുള്ള വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പോയതാണോ എന്നുള്ള ചോദ്യം നമുക്കും ചോദിച്ചുകൂടെ? ദാറ്റ്സ് ആൻ ഇറലവന്റ് ക്വസ്റ്റ്യൻ ഫ്രം സവാദ് അല്ലെ? സവാദിനൊരു ഉറപ്പില്ല ഇത് അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് ആ സംസാരമൊക്കെ സവാദ് സംസാരിക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായ സ്ക്രിപ്റ്റ് സവാദിന് ആരോ പറഞ്ഞു കൊടുത്ത്, അല്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും ഇങ്ങനെ വീഡിയോ ചെയ്യുക, അതിനകത്ത് ഇത് മെൻഷൻ അതെ, അത് ഓൾറെഡി നിങ്ങൾ ബെയിലിൽ ഇറങ്ങിയ ടൈമിൽ നിങ്ങൾക്ക് ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഇതൊക്കെ എതിരാണ് സവാദേ. അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത്. അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ആദ്യമേ പറയാം, ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത്. അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ 10 മിനിറ്റ് സമയം മാത്രമാണുള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഈ 10 മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടിയാഘോഷങ്ങളും മീഡിയകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു, അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ. അതുപോലെ അതിനുശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നും പറയുന്നു. ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിട്ട സവാദിന് ബുദ്ധിയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫ്യൂ മിനിറ്റ്സ് ആണ്, ഫ്യൂ സെക്കൻഡ്സ് മതി. ഇപ്പൊ സ്നേഹ എന്ന് പറഞ്ഞ ലേഡി, ഞാൻ ഹസ്ബൻഡാണ്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സ്നേഹനെ മോശമായ രീതിയിൽ ടച്ച് ചെയ്യുന്നു എന്ന് സ്നേഹയ്ക്ക് തോന്നിയാൽ അത് ഫ്യൂ സെക്കൻഡ്സ് മതി. അതിനിപ്പോ നീ പറയുന്ന പോലെ 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അതൊക്കെ പറയുന്നുണ്ട്. മസ്താനി ആ വീഡിയോനകത്ത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞതിലും ചെയ്ത കാര്യത്തിന് 10 മിനിറ്റ് ഒന്നും ആവശ്യമില്ല? അപ്പൊ പിന്നെ വന്നേടേ എന്തോന്നടേ, ഓക്കെ വന്ന് കാര്യം പറയുന്നത് ഫൈൻ, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, ഞാനും ആക്സെപ്റ്റ് ചെയ്യും വന്ന് കാര്യം പറയുമ്പോൾ. അല്ലാതെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് നിന്ന് ഞാൻ ചെയ്ത പരിപാടി അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് അവർ പറയുന്ന ആ ഒരു പണി, ആ ഒരു പരിപാടി അത് കോർട്ടിൽ ആണ് പ്രൂവ് ആവേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമ്മൾ വേറെ ചോദ്യം ചോദിക്കില്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് ശീലമുണ്ടോ എന്നുള്ളത് ചോദിക്കില്ല. പക്ഷെ നമ്മുടെയൊക്കെ അറിവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് 10 മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ടൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. കാരണം എനിക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെയൊക്കെ ഒരു ഊഹത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു ഈവൻ ബാഡ് ടച്ച് ഒന്നും വേണ്ട, ഒരു മോശമായ രീതിയിൽ നോക്കുന്നത് പോലെ, അതാണ് പെണ്ണെന്നില്ല പെണ്ണാണെന്നില്ല, മോശമായ രീതിയിൽ നമ്മൾ ഒരാളെ നോക്കാൻ ആണെങ്കിൽ പോലും നമുക്കത് ഫ്യൂ സെക്കൻഡ്സ് മതി. അത് വേറൊരാൾക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ, അത് അട്രോഷ്യസ് ആയ അവർക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും.
അല്ലാതെ ഈ 10 മിനിറ്റിന്റെ സമയക്കണക്കും കൊണ്ടൊക്കെ വന്ന് ന്യായീകരിക്കുന്നത് ആക്സെപ്റ്റബിൾ അല്ലേ? അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗുറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും. അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം നല്ല ടയേർഡായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല വേർത്തിരുന്നു. ഫ്രണ്ട് ഡോർ വഴി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റുണ്ട്, സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്, എൻഡിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന എന്ന മട്ടിൽ അവർ മാറിത്തരികയാണ് ചെയ്തത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത്. ഓർക്കുക, KSRTC ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും. ആ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റില്ല. നമുക്ക് കയറിയിരിക്കാൻ പറ്റും, ഒരാളെയും തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവർ എഴുന്നേറ്റ് തരണം, അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി തരണം, അല്ലാതൊന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കയറി ഇരിക്കാൻ പറ്റില്ല അങ്ങനെ, അതായത് തള്ളി കയറി ഇരുന്നതല്ല, അവര് സ്വയമേവ മാറി തന്നത് കൊണ്ട് സവാദ് കയറിയിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ സവാദ് പറയുന്നത് അല്ലെ? അളവ് കൂടെ പറയുന്നുണ്ട്, കേൾക്കണ്ടോ? അല്ല, ഞാനൊരു കേസ് പറയട്ടെ. ഇതില് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വ്യക്തി അങ്ങനെ തള്ളിക്കേറി ഇരുന്നതാണോ, അവര് മാറി കൊടുത്തിരുന്നതാവുമോ? എങ്ങനെ ഇരുന്നാലും അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഞാൻ 2 സ്ത്രീകളുടെ ഇടയിൽ ഇരുന്നു. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, തള്ളിക്കേറി ഇരുന്നില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സവാദ് ഇത്രയും വളഞ്ഞു തിരിഞ്ഞ് വരുന്നത്. അതായത് ഇത്ര ചെറിയ ഗ്യാപ്പിലേക്ക് ഞാൻ കയറുമ്പോ എനിക്ക് ഇങ്ങനെയേ കയറാൻ പറ്റൂ. അതാണ് സവാദ് പറഞ്ഞു വെക്കുന്നത്. അതായത് അങ്ങനെ കയറുമ്പോ ചിലപ്പോ അടുത്തുള്ള ആളുടെ മേത്ത് തട്ടാം, മുട്ടാം, അല്ലെ? പിന്നെ എന്താ പറയാ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോകുന്ന ആളായതുകൊണ്ട് ലൈക്ക് ഒരാൾ മാറി തന്നാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ 2 സ്ത്രീകളുടെ ഇടയിലേക്ക് കയറി ഇരിക്കുമ്പോ തന്നെ ഞാനൊക്കെ ബസ് കയറി കഴിഞ്ഞാൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ സീറ്റിൽ ഇനി ഒഴിവാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇരിക്കാൻ പോവില്ല. നിങ്ങൾ ചോദിച്ചിട്ടല്ലേ? ചോദിച്ചിട്ട് ഇരിക്കാറുണ്ട്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഇരിക്കാനേ പോവാറില്ല. ഇതുവായി ഇരിക്കാറുണ്ട്, ചോദിച്ചിട്ടിരിക്കും. അങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഇരിക്കാൻ വരുമ്പോ ഈ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കണോ വേണ്ടേ പറയലോ എന്റെ ഇഷ്ടമാണ്. എന്റെ കംഫർട്ട് അനുസരിച്ചിട്ട് എനിക്ക് വേണോ വേണ്ടേ പറയാം. 2 സ്ത്രീകൾ ഇരിക്കുമ്പോ ഒന്നുകിൽ ഒരു സ്ത്രീ മാറി സൈഡിൽ ഇരുന്നിട്ട് ഇയാൾ അപ്പുറത്ത് ഇരിക്കുക എന്നുള്ളതാവും സാധാരണ ചെയ്യാറ്. ഇരിക്കണ്ടെന്ന് പറയില്ല, കാരണം അത്ര സീറ്റ് ഇല്ലെങ്കിൽ ഒരാൾ നിക്കാന്ന് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ടയേർഡ് ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടേ ഇരിക്കാൻ പറയും. പക്ഷെ 2 സ്ത്രീ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എണീച്ച് പോകുമ്പോഴും ആ സ്ത്രീകൾക്ക് അതേ മൈൻഡ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ ബൈ തന്നെ പറയാറുള്ളൂ, അല്ലാതെ വേറെ കേസൊന്നും അതിന് മുകളിൽ വരാറില്ല. അല്ല, അത് മാത്രല്ല, ഈ 2 സ്ത്രീകളുടെ ഇടയിലേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുത്തുന്ന എനിക്കറിയില്ല കേട്ടോ. അല്ല, അതിന് ചാൻസ് കുറവാണ്. അങ്ങനെ സ്ത്രീകൾ എന്തായാലും എങ്ങനെയാണെങ്കിലും നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അവര് മാറി ഇരുന്നിട്ട് സൈഡിൽ ഇരുത്തിയിട്ട് അപ്പൊ ഇയാൾ ആ സ്ത്രീ ഇറങ്ങാൻ നേരത്തെ ഇയാൾ നീച്ചു കൊടുക്കൂലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ എന്നാണ് എന്റെ ഒരു ധാരണ. എന്താണെങ്കിലും സവാദ് പറഞ്ഞു വെക്കുന്നത് സവാദിന് അങ്ങനെ അതിനകത്ത് കയറാൻ പറ്റൂ. പിന്നെ കയറി ഇരുന്ന ടൈമിലാണെങ്കിൽ പോലും അടുത്ത ഒപ്പം ഇരുന്ന സ്ത്രീ അപ്പുറത്ത് ഇറങ്ങുന്നുള്ളത് കൊണ്ട് അങ്ങനെ വന്നിരുന്നു. അതുകൊണ്ട് അത്ര ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കയറി ഇരുന്നു നോർമൽ ആയിട്ടെന്നാണ് സവാദ് പറയുന്നത്. ഇനി സവാദ് പറയുന്നത് കേട്ടോ, അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ, അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. 2 ആളിരിക്കും അതിൻ്റെ ഇടയിലേക്ക് കയറി ഇരിക്കാനൊന്നും. അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആവുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതെന്താ സവാദ് ഇപ്പൊ അത് മാറി? സവാദ് കുറച്ച് മുന്നേ പറഞ്ഞതെന്താ, ഞാൻ 2 ആളിരിക്കുന്നതിനിടയ്ക്ക് തള്ളി കയറിയതാണ് എന്ന് അവര് പറഞ്ഞു. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഇരുന്നത് കാരണം അവിടെ ഒരു വാക്തർക്കം ഉണ്ടായി. നോർമലായിട്ട് വളരെ ഈസി പോയിട്ടുള്ള പരിപാടിയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഒരു വാക്തർക്കം എന്നുള്ളത് അത് പറഞ്ഞ സവാദ് ഞാൻ വളരെ കൂളായിട്ട് അതിനകത്ത് കയറിയിരുന്നു എന്ന് പറയുന്ന സവാദ് തന്നെ സവാദിന്റെ വായ കൊണ്ട് പറയുന്നു ഞാൻ ഇരുന്നതിന് കാരണമായിട്ട് അവിടെ ഒരു വാക്തർക്കം ഉണ്ടായി. അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കില്ല, കാരണം ലോങ് ആവും. അതാണ് അവിടെ പറയേണ്ട ഏറ്റവും വലിയ പോയിന്റ്. എന്തിനാണ് അവിടെ വാക്തർക്കം ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ പറയേണ്ട പോയിന്റ്. അത് സവാദ് പറയാതെ ഈ വീഡിയോ ലോങ് ആവുന്നതാണ് സവാദ്. ഇത്ര നേരം സംഭവിച്ചതല്ല ശരിക്കും കേസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. ഇനി അങ്ങോട്ട് കാര്യങ്ങളുമാണ് എന്തായാലും ബാക്കി കാണട്ടെ. അപ്പൊ സവാദ് പറഞ്ഞ സവാദ് തന്നെ പൊളിക്കുന്നുണ്ട്. ഗുഡ്. അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ടായി. ആ വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് ഫക്ക് യുവർ മം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എന്നിലേക്ക് ഉപയോഗിച്ചു.
അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. ഞാനതിന്റെ മാന്യത കീഴ്ചെയ്യുന്നു. എന്റെ സവാദേ, അവര് പറഞ്ഞത് ഒരു മാന്യതയില്ല. നീ ഇപ്പൊ വീഡിയോയില് പറഞ്ഞു ഇംഗ്ലീഷില്, നീ പറഞ്ഞ മലയാളം നിനക്ക് പറയാൻ നേരത്തെ നിനക്ക് മാന്യത ഉണ്ട്. വെൽ സ്ക്രിപ്റ്റഡ് മാൻ അല്ലേ? അതായത് ആ ലേഡി പറഞ്ഞ കാര്യം അതേപോലെ പ്രേക്ഷകരെ അറിയിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കാവുന്നത് എന്താ, ആ ലേഡിയോട് ആളുകൾക്ക് ഒരു ദേഷ്യം പൊതുവെ തോന്നും. സവാദ് പറഞ്ഞ കാര്യം സവാദ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല മലയാളത്തിൽ. കാരണം എന്താ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്റെ. അപ്പൊ നീ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞത് ആ ലേഡി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അതും മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇയാള് പറഞ്ഞത് ചിലപ്പോ ആ ലേഡി പറഞ്ഞതിനേക്കാളും മോശം പറയാൻ പറ്റാത്തത്. അതെ, അപ്പൊ അത് പറഞ്ഞാലും വീഡിയോ ലോങ് ആവും, അതുകൊണ്ട് അത് പറയുന്നില്ല. ആദ്യമേ പറയും, ഇവരെ കൂടെ പിറകില് ആളുണ്ട്, 100% ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം. കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളെപ്പോലെ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പലതും വിളിച്ചു പറയുന്നു. അപ്പം ഞാൻ അവിടുന്ന് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു. ആ ബാഗ് എടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു. പക്ഷെ അവർ ഒഴിവാക്കുന്നില്ല. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. ആ സ്പോട്ടിൽ തന്നെ, എനിക്ക് സമയം കിട്ടുന്നില്ല, ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോണ് ഉയർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പതറിപ്പോയി. അതാ എൻ്റെ ആ നോട്ടം. അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോൺ ചൂണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു. എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർക്ക് നേരെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു. പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി. അപ്പോൾ ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നോ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല. കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർ പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല. അത് കണ്ടക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി. സവാദിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ട ഞങ്ങൾ ആരും സവാദ് കണ്ടക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടില്ല. സവാദ് ആ ലേഡിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടില്ല. സവാദ് മൊബൈൽ ഫോണും ക്യാമറയും കണ്ടതോട് കൂടിയിട്ട് ആദ്യം പതറി. അത് ഞാൻ സമ്മതിച്ചു, പതറി പോയി കാണും. അത് കഴിഞ്ഞിട്ട് സവാദിന് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാലോ. പിന്നെ ചെറുതല്ലേ ഇത്. അല്ല, നമ്മള് നീച്ച് നിൽക്കോലുമില്ല. എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ അവരിങ്ങനെ ഇന്ന പ്രശ്നം എന്ന് പറയുമ്പോ എന്നാ കണ്ടോ, എന്താ വിഷയം അല്ലെ? അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയും, അടുത്തുള്ള ആളോട് പറയും, എന്നാ നോക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ, എന്ത് വിഷയം ഉണ്ടായിട്ടാ നീ പറയണേ? ഇത്ര ആൾക്കാരെ ഇത്രയും സംഭവം വലിയൊരു ആരോപണം വരുമ്പോ എന്തായാലും തെളിയിക്കാൻ നോക്കൂല. അപ്പൊ അവിടെ നിന്നിട്ട് സവാദ് അതല്ല ചെയ്തേ. സവാദ് അവിടെ നിന്നിട്ട് സവാദിന്റെ ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. സവാദ് കണ്ടക്ടർ അടുത്താണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ. ആ ലേഡിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് സവാദ് ഓടാനാ നിൽക്കുന്നത്. ആൻഡ് മെയിൻ തിങ്, സവാദ് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാ സവാദ് എല്ലാം പറയുന്നു അല്ലെ? സവാദ് അങ്ങനെ ഒരു കുറ്റാരോപണം സവാദിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ സവാദ് ബാഗ് അവിടെ ഇടുന്ന കണ്ടോ, ഒന്നാ പിടിച്ചോ, എന്തും ഞങ്ങൾ വർത്താനം പറയുന്നത്. ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ സീറ്റിൽ ഇരിക്കാൻ നേരത്ത് സീറ്റിന് വേണ്ടി ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം എന്റെ മേത്ത് ആരോപിക്കപ്പെട്ടതാണെന്ന് പറയേണ്ട സംഗതി അവിടെ അത് പറയാതെ സവാദ് ഒരുമാതിരി വേറെ രീതിയിൽ റിയാക്ട് ചെയ്തു. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ എണീറ്റ് നിന്ന് ഇത് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മളിറക്കുള്ള ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവുന്നത് ചിന്തിക്കാലോ എന്ന് പറയായിരുന്നു. അതേപോലെ കണ്ടക്ടർ പറയുന്നുണ്ട്, കണ്ടക്ടർ കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടക്ടർക്ക് നിർബന്ധമായിട്ടും കേസ്, പെൺകുട്ടിക്ക് കേസ് ഉണ്ട് പറയുമ്പോൾ എടുത്തേ പറ്റും. അല്ല, ഇനി കണ്ടക്ടർ കേസ് എടുക്കണു, പെൺകുട്ടി പറയുന്നു ഒക്കെ വെച്ചോ, എന്നാലും സവാദിന് ആ കണ്ടക്ടർ അടുത്ത് വളരെ മാന്യമായിട്ട് കാര്യം മനസ്സിലാവും. കാരണം ഇപ്പത്തെ സാഹചര്യത്തിൽ നാട്ടിൽ എല്ലാവർക്കും അറിയാം, ഒരു കാരണമില്ലാതെ കേസ് കൊടുക്കുന്ന പല സ്ത്രീകളും ഉണ്ട്. ഇത് അതല്ല ഉണ്ടായേ, സവാദിന്റെ വേറൊരു തരം പറഞ്ഞ പോലെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പോട്ടെ, ഞാൻ അവിടെ തെളിയിച്ചോളാം പറയാനുള്ള ഗഡ്സ് കാണിക്കുന്ന അതില്ല സവാദ് അത് ചെയ്യാത്തതിനും സവാദ് കാരണം പറയുന്നുണ്ട്. കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്.
അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അവർ ബസ്സിലുള്ളവരോട് പറയാണ്, എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത്, എന്തായാലും പ്രതികരിക്കാത്തത്, ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട്. അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം, എൻ്റെ ബ്ലഡൊക്കെ വന്ന് ഇപ്പം 1, 2, 3 ആൾക്കാരോ അല്ലെ 5 ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ പ്രതികരിക്കാം. ഇവർ പെണ്ണാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും. തല്ലി കുറുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് ഒരു പ്രതിയെ കെട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാന്. അവർ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത്രയേ പറയാനുള്ളൂ. ഞാൻ ബസ്സിൽ നിന്ന് അവിടുന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത്. അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക, അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ പറ്റില്ലായിരുന്നു. കാരണം കൃത്യമായി അടിക്കുന്നുണ്ട്, എല്ലാവരും അടിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തുകൊണ്ടല്ല എല്ലാവരും അടിക്കുന്നത്, ഇതൊക്കെ ചോദിക്കും. അടിച്ച് ബ്ലഡൊക്കെ വന്ന് എന്നെ ഒരു കുറ്റവാളിയായി പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം അതിന് ഞാനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയത്. അപ്പം ഏതോ കണ്ടക്ടറോ ഡ്രൈവറോ ആരോ പറഞ്ഞു, ഞങ്ങൾ ഓടിച്ചു പോലീസിലേക്ക് കയറ്റി. ആരെങ്കിലും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഓടി പോലീസിൻ്റെ അടുത്തേക്ക് പോകും, അവിടെ ചിന്തിച്ചാൽ പോരെ, എൻ്റെ വീട്ടിലാണ് പറയുന്നത്. അപ്പം ഈ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടാനുണ്ടായ സംഭവം ഇതാണ്. എങ്ങനെയുണ്ട് സവാദിന്റെ എക്സ്പ്ലനേഷൻ? അല്ല, ലാസ്റ്റ് പറഞ്ഞു കേട്ടോ, ആരെങ്കിലും കുറ്റം ചെയ്ത് ഓടിക്കയറി പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് ചോദിച്ചത് ലാസ്റ്റ്. അതായത് സവാദ് ഓടിപ്പോയിട്ട് നേരെ പോയി നിന്നത് ട്രാഫിക് പോലീസിന് മുന്നിൽ. ബാക്കിൽ ഈ ആൾക്കാരും വരുന്നത് കാണുമ്പോൾ ട്രാഫിക് പോലീസ് ഓൾറെഡി പിടിച്ചു വെക്കും. പിന്നെ പാനിക് ആയ ഒരാളാണ് പോലീസിനെ കണ്ട ആകെ വേർത്ത് വെട്ടി വിളിക്കുക. അതൊരു കേസാണ്, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആകുന്നത്. പിന്നെ സവാദ് പറഞ്ഞ പോലെ മോബ്, ഒരു കൂട്ടം ആളുകൾ വന്ന് എന്നെ അടിക്കും, അതിന് ആ ലേഡി പ്രൊവോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. തെറ്റ് ചെയ്തില്ലെങ്കിൽ 10 അല്ല 1000 ആള് വന്ന് തല്ലിയാലും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതല്ല, തല്ലിയ തിരിച്ചല്ല അവിടെ നിക്കണം. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ഇവനൊന്നും ചെയ്തില്ല. അല്ല, അയാൾക്ക് പറയാം, നിങ്ങൾക്ക് നിരപരാധിത്വം തല്ലിക്കൊന്നെങ്കിലും ഞാൻ പറയണത് കേൾക്കണം എന്ന് പറയാലോ. അതെ, ഇനി അല്ല അടി കിട്ടുമ്പോഴും അയാൾക്ക് പറയാം ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്താ ഉണ്ടായേ? സവാദ് ഓടിപ്പോയിട്ട് സവാദ് രക്ഷപ്പെട്ടോ? അതാ രസം. സവാദ് ഓടിപ്പോയിട്ട് സവാദ് രക്ഷപ്പെട്ടു. അതോ ഇനി സവാദ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 അടി കിട്ടുന്നത് പേടിച്ച് ഓടിയതാണ് തന്നെ വെച്ചോ. ഓക്കെ, 10 അടി കിട്ടുന്നത് സവാദ് പേടിച്ചു, സവാദ് ഇറങ്ങി ഓടി. കണ്ടക്ടർ പുറത്തിറങ്ങിയിട്ട് സവാദിനെ പിടിക്കുന്ന രംഗമുണ്ട്. അതിനകത്ത് കണ്ടക്ടർ ഒറ്റയ്ക്കാ, വേറെ ആരും ഇല്ല അവിടെ. കണ്ടക്ടറോടൊപ്പം കാര്യം പറയണ്ട സവാദ്. പിന്നെ കണ്ടക്ടറും ഒപ്പം ഇറങ്ങിയ ഡ്രൈവറും പറയുന്നുണ്ട് സവാദ് പോലീസിന്റെ അടുത്തെത്തിയിട്ട് സവാദ് അവിടുന്ന് പോലീസ് പിടിച്ചു, അല്ലാതെ ഓടിച്ച് കയറ്റിയതാണ് അവര് പറയുന്നത്. അപ്പൊ അവര് പറയുന്നത് സവാദ് ഓട്ടത്തിലാണ് എന്നാണ്. സവാദ് എന്തിനാ ഓടുറേ? പിന്നെ സവാദ് പറയുന്നു സവാദ് ഈ ബസ്സിലേക്ക് കയറിയ സമയം അല്ലെങ്കിൽ ഇത്ര മിനിറ്റേ ഉള്ളൂ. അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറുന്നത്. അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറുന്നതിന് മുമ്പ് സവാദ് വേറെ ഏതെങ്കിലും ബസ്സിൽ അന്നേ ദിവസം യാത്ര ചെയ്തിട്ടുണ്ടോ? ഇത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. സവാദ് യാത്ര ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സവാദ് ആ യാത്ര ചെയ്ത സമയത്ത് ആ ബസ്സിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്കൊന്ന് ചോദിക്കാൻ. അതെ, അല്ല, അങ്കമാലി മുതൽ അത്താണി വരെയുള്ള ബസ് യാത്രയ്ക്ക് മുമ്പ് ഒരു ബസ് യാത്ര ഉണ്ടായിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ അറിയുമായിരിക്കും. നമ്മളിപ്പം തെറ്റ് ചെയ്തവർ മാത്രമാണ് ഓടും, അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? നമ്മളിപ്പം തെരുവിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം ടൗണിലൂടെ നടക്കുമ്പോൾ ഒരു തെരുവ് നായ നമ്മളെ കടിക്കാൻ വരുന്നു. അപ്പം അത് കുരക്കുമ്പോൾ നമ്മൾ ഓടുന്നില്ല. അത് കടിക്കാൻ വരുമ്പോൾ ഞാൻ നായയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തിനു ഓടുന്നു എന്ന് ചോദിച്ച് മസലും പിടിച്ച് അവിടെ നിൽക്കും. നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സേഫ് ആവാൻ നോക്കും. അതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യാം. അത്രയും ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. സവാദിനെ നായ കടിക്കാൻ വന്നു എന്നാണ് സവാദ്. അല്ലെങ്കിൽ അവനെ നായ കടിക്കാൻ വരുമ്പോ ഓടുന്നു, ഈ ഇറങ്ങി ഓടുന്നു തമ്മിലുള്ള ഒരു അല്ലേ, എന്ത് ഉപമയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉപമിച്ച് എവിടെ എത്തി ഇങ്ങേര്? കുറച്ച് കോമൺ സെൻസ് ആലോചിച്ചാൽ മതി. നായ കടിക്കാൻ വരുന്നതും ഇങ്ങനെ വലിയൊരു ഈ പരിപാടി കാണിച്ചത്. അതെ, ഈ പരിപാടി കാണിച്ചു വരുന്ന ആരോപണം വന്നതിന് ശേഷം ഓടുന്നതും നായ കടിക്കാൻ വരുമ്പോ ഓടുന്നതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട്? ഇത് ആര് പറഞ്ഞു പഠിപ്പിച്ചു? അല്ല, മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു. വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. അതായത് ടൈറ്റ് ജീൻസിന്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട്, ഈ 3 വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് അതുപോലെ സീറ്റിലിരുന്നിട്ട്, അതായത് ഒറ്റക്കൊന്നല്ലിരുന്ന് അതുപോലെ സീറ്റിലിരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ
ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, വേൾഡിൽ തന്നെ ആർക്കെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. സവാദെ ലോങ് ജമ്പ് ചാടാനും 100 മീറ്റർ ഓടാനും അതിനൊന്നും അല്ലല്ലോ ഈ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷൻ പോയി നമ്മളെ പ്രചോദിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് വിചാരല്ല സവാദിന്റെ വിചാരം എന്താ? അല്ല ഞാൻ സീരിയസ് ആയി ഇതിന്റെ ഒരു ആവേശത്തിൽ ഇപ്പൊ ശരിക്കും ഞാൻ ഇപ്പൊ ശരിക്കും ബസ് പോയി കയറിയിട്ടുണ്ടെങ്കിൽ സവാദെ പറയാനുള്ള നിന്റെ വേർഷൻസ് പറഞ്ഞു പോയിക്കോ. നിന്റെ മേലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് നീ ആരോപണ വിധേയനല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ആയിട്ട് വന്നിട്ട് നീ വെല്ലുവിളിച്ചോ. അതിന് മുമ്പേ വന്നിട്ട് നീ ടൈറ്റ് ജീൻസ്, ട്രൗസർ, ട്രാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോന്ന് കുട്ടാ ബാക്കിയുള്ള ആണുങ്ങളെയും കൂടി മറ്റേ കേസിലാക്കാനുള്ള ശ്രമം നീ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്തോ ആടേത്. ഈ ലാസ്റ്റ് കുറെ പേര് പറയും ആ ലേഡി ഫെയിമിന് വേണ്ടി. ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറയുന്നത് ആ ലേഡി ഓൾറെഡി അവരുടേതായുള്ള പ്രൊഫഷണൽ അത്യാവശ്യത്തിൽ അധികം ഫെയിമാണ്. അവർക്ക് അങ്ങനെ ഫെയിം ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ആ ഫെയിം ആയിന്ന് വെച്ചോ സ്നേഹം, അവർക്ക് ആ ഫെയിം ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയോ? അല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയോ? കേസ് കോടതി കിടക്കാണല്ലോ, എന്താ ഏതാന്നുള്ളത് നമുക്ക് അറിയാലോ. ഇത് പറയുമ്പോ ഇപ്പൊ എല്ലാവരും ആ സ്ത്രീനെയാണ് കുറ്റം പറയണേ. ഇപ്പൊ എന്താ പറയുക, അവരുടെ ഡ്രസ്സിങ്ങിനെ കുറ്റം പറയുന്നു, അവൾ അങ്ങനെ പോക്കാന്ന് പറയുന്നു. ഇപ്പൊ നാളെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെന്താ പറയുക, എന്നെ കുറ്റം പറയും. കാരണം ഈ വീഡിയോ ഇടുന്നു, ഈ ഡ്രസ് യൂട്യൂബാണ്, ഈ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നടക്കണോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുള്ളൂ. അത് ഉറപ്പുള്ളായിരുന്നു തന്നെയാണ്. സവാദിനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ച കുറെ എക്സ്ട്രീമിസ്റ്റുകൾ സവാദിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളൊരു ധൈര്യം സവാദിനുണ്ട്. സവാദ് ആ ധൈര്യം ഒന്നും കാണൂല. നിയമത്തിനെ വെല്ലുവിളിച്ചിട്ട് ഇതേപോലെ വന്നൊരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് കുറ്റവിമുക്തനാണ് എന്നുള്ളത് അത് തെളിയിക്ക്, എന്നിട്ട് ചെയ്തോ, നോ വരീസ്. എന്നിട്ട് നാട്ടുകാരെന്ത് ചെയ്യും, മറ്റേ ഡിങ്കോൾഫി പുറത്തിടാൻ വേണ്ടി വെല്ലുവിളിക്കുക. അല്ലാതെ ഒന്നും വെല്ലുവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സവാദിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. ഈ ചിരിച്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നതാണ് ഒരു ബോധം എന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ സവാദ് ഞങ്ങൾ വിശ്വസിക്കാൻ പോണില്ല. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. സവാദിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളും കണ്ടു കേട്ടു വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി സവാദ് കണ്ടതും കേട്ടതിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ അല്ലേ? യെസ്, കമന്റ് ചെയ്യും.